ഗഡികളെ ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് സ്ലിംഗ് ഷോട്ട് മെഷീൻ ഇറങ്ങിയ കണ്ട ബാക്കി റൈസ് നമുക്ക് അടി കൊണ്ടു കേട്ടോ. ഇതേ കണ്ട കരിമീൻ്റെ മേത്ത് അടി കൊണ്ടുണ്ട്. ഇതേ കൊണ്ടുപോകണം, ബ്രൈഡ് കൊണ്ടുപോകണ്ട. നല്ല അത്യാവശ്യം തിരക്കില്ലാത്ത കരിമീൻ കേട്ടോ. ഓ ഗൈസ് ഊരിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് സ്ലിംഗ് ഷോട്ടിലോട്ട് തരും കേട്ടോ. ഓക്കെ, കരിമീൻ്റെ ഏതൊരു കയറി നോക്കിയാൽ നമുക്ക് ഏറ്റവും അടിയിലുള്ള കരിമീൻ വന്നത് എന്താ ഇതിലാണ്. വായയുടെ സൈഡിൽ കൂടെ ആയിട്ടാണ് കയറിയിട്ടുള്ളത്. എന്താ സ്ലിംഗ് ഷോട്ട് കയറിയിട്ടുള്ളത് ഇതിലെ. വായ പൊളിഞ്ഞിട്ടാണ് കേട്ടോ കയറിയിട്ടുള്ളത്. ഈ സൈഡിൽ കൂടെ ജസ്റ്റ് ഇതുള്ളൂ. അടിയിൽ കണ്ടാലും മടിച്ചു തന്നു. നമ്മൾ അവനെ കവറിലാക്കിയിട്ടാ കരിമീനെ. ബാക്കി നമുക്ക് നോക്കാം. നമ്മൾ വല കൊണ്ടുവന്നുകൊണ്ട് ഇനി വല വീശി നോക്കണം. എന്തെങ്കിലും കിട്ടുമോ നോക്കാം. അപ്പോൾ നമ്മളിനി അടുത്ത് വല വീശാൻ പോകട്ടോ. സ്ലിംഗ് ഷോട്ടിൻ്റെ അതൊക്കെ കൈമുണ്ട്. അപ്പുറത്ത് മീൻ കണ്ട കാരണം നമ്മൾ വീശാൻ പോകണം. നോക്കാം എല്ലാം കിട്ടുമോ. നമ്മൾ വല വീശാൻ പോകട്ടോ. നോക്കാം എല്ലാം കിട്ടുമോ. ഡാർട്ടൊക്കെ കൈമ വെച്ചിട്ട് നമ്മൾ വീശാൻ പോകട്ടോ. അത് കാരണം എത്ര കൊണ്ട് വല വിരിയോ ഇല്ലയോ എന്നറിയില്ല. എറിഞ്ഞോ ഈ നേരെ മുഖത്ത് ഈ റെയിലിൻ്റെ തുമ്പത്ത് കയറി ഒരു കല്ലെടുത്ത് എറിയുന്നുണ്ട് കേട്ടോ. എറിഞ്ഞോ നമ്മൾ കല്ലെറിഞ്ഞുണ്ട്. ചെമ്പല്ലി അങ്ങനെ വന്നാൽ കിട്ടാൻ വേണ്ടിയിട്ടാ. വീശോ കേട്ടോ. അടിപൊളിയായിട്ട് വരുന്നുണ്ട് പോലെ. ഒരു മിനിറ്റിന് കേട്ടോ. ഒരു തൂളി കൈസ് നമുക്ക് ഒരേ അടിച്ചിട്ടുണ്ട് കേട്ടോ. അടുത്ത കരിമീൻ അടിച്ചിട്ടുണ്ട്. നമുക്ക് അടുത്തൊരു കരിമീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. അതാ സൈസ് കരിമീൻ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത കരിമീൻ കിട്ടുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ കിട്ടില്ല കരിമീൻ. നമുക്കിന്ന് കിട്ടിയ മീനുണ്ടാ ഈ കരിമീൻ. 2 കരിമീൻ കിട്ടി, ഒരു തൂളി, ഒരു ചെമ്പല്ലി. ഇത് മൂന്ന് നമ്മൾ സ്ലിംഗ് ഷോട്ടും അടിച്ചു. ഇത് നമുക്ക് വല വീശാൻ കിട്ടിയിട്ടുണ്ടോ.